ഫ്രണ്ട്സ്, ഞാൻ സ്റ്റാർ റോബോട്ട് കമ്പനിയുടെ മാനേജറാണ്. ഈ കമ്പനി ലോകം മുഴുവൻ റോബോട്ട് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ റോബോട്ടിന്റെ ശക്തികളൊക്കെ ഒന്ന് പരീക്ഷിക്കണം. ഓക്കെ, ഇപ്പൊ തന്നെ ചെക്ക് ചെയ്ത് കളയാം. അതെ, ഈ റോബോട്ടിന് ഭയങ്കര ശക്തിയുണ്ട്. മോട്ടു സാർ, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. ഞങ്ങൾ ഇവിടെ ഒരു കോമ്പറ്റീഷൻ നടത്താൻ തീരുമാനിച്ചു. നിങ്ങൾ ഓരോ റോബോട്ടിനെ എടുത്ത് ആ കോമ്പറ്റീഷനിൽ മത്സരിക്കണം. ആര് ജയിക്കുന്നോ അവർക്ക് ഞങ്ങൾ ഒരു ട്രോഫി കൊടുക്കും. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും ഞങ്ങളുടെ റോബോട്ട് എന്ത് ശക്തിയുള്ളതും എത്ര നല്ലതുമാണെന്ന്. ഞങ്ങൾക്ക് സമ്മതമാണ്. ഞങ്ങൾ എല്ലാവരും റോബോട്ട് കോമ്പറ്റീഷനിൽ മത്സരിക്കുന്നുണ്ട്, അല്ലേ കൂട്ടുകാരെ? വെരി ഗുഡ്. നിങ്ങൾ ഈ മാനുവൽ കൊണ്ടുപോയിക്കോളൂ. നിങ്ങളുടെ റോബോട്ട് എങ്ങനെ വർക്ക് ചെയ്യുമെന്നും ഇതിൽ ഏതൊക്കെ ബട്ടൺ എന്തൊക്കെ പണി ചെയ്യുമെന്നും എല്ലാം ഇതിലുണ്ട്. ആരാണോ ഒറ്റ രാത്രി കൊണ്ട് ഈ ബുക്ക് അരച്ചു കലക്കി കുടിക്കുന്നത് അവനാണ് ഈ കോമ്പറ്റീഷൻ വിജയിക്കുന്നത്. ഈ മുകളിൽ കാണുന്ന ബട്ടൺ ഞെക്കിയാൽ അതിന്റെ കൈ പ്രവർത്തിക്കും. പത്തുലു, നീ ഇതെന്താണ് ചെയ്യുന്നത്? ഡിസ്റ്റർബ് ചെയ്യണ്ട മോട്ടു, എനിക്ക് നാളെ കോമ്പറ്റീഷനിൽ ജയിച്ചേ മതിയാകൂ. ആരാണോ ഒറ്റ രാത്രി കൊണ്ട് ഈ ബുക്ക് അരച്ചു കലക്കി കുടിക്കുന്നത് അവനാണ് ഈ കോമ്പറ്റീഷൻ വിജയിക്കുന്നത്. പത്തുലു, നീ പഠിച്ചോണ്ടിരുന്നോ? പക്ഷെ റേസിൽ ഞാൻ തന്നെ ആയിരിക്കും ജയിക്കുക. ഇനി കുറച്ച് മഞ്ഞളും ഉപ്പും മുളകും ഒക്കെ ഇട്ട് നോക്കാം. നല്ല സ്വാദുണ്ടാവും. എന്റെ മോട്ടു, നീ എന്തായി ചെയ്യുന്നത്? ഹേയ്, ഒന്നുമില്ല. നീ പഠിച്ചോ. അങ്ങനെ അവസാനം ഇതാ ഇവിടെ തയ്യാറായിരിക്കുന്നു. നല്ല സ്വാദുണ്ട്. നീ എന്തായി കുടിക്കുന്നത്? സൂപ്പ് കുടിക്കുകയാണ്. എന്നാ പിന്നെ എനിക്കും കുറച്ച് തന്നൂടെ? നീ അവിടെ ഒറ്റയ്ക്കിരുന്ന് മുഴുവനും കുടിക്കുക. എന്റെ ബുക്കിന്റെ സൂപ്പ് ഞാനെന്തിനു നിനക്ക് തരണം? നിന്റെ കയ്യിലും ബുക്കുണ്ടല്ലോ. പിന്നെന്താ, സ്വയം ഉണ്ടാക്കി കുടിക്ക്. എന്ത്? ഓക്കെ കൂട്ടുകാരെ, ഇതാ ഫുർഫുറി നഗരത്തിന്റെ റോബോട്ട് കോമ്പറ്റീഷൻ തുടങ്ങുകയാണ്. ആദ്യമായി നിങ്ങൾ പുഴ വരെ റോബോട്ടുമായി ഓടിപ്പോകണം. പിന്നെ നദിക്കപ്പുറത്തേക്ക് പോകണം, അതായത് ചാടി അപ്പുറത്തേക്ക് പോകണം. പിന്നെ നദിക്കപ്പുറത്ത് വിശാലമായ ഒരു ഗ്രൗണ്ട് ഉണ്ട്, അത് പറന്ന് അതിന്റെ അപ്പുറം പോകണം. എനി ഡൗട്ട്സ്? എന്റെ റോബോട്ടിന്റെ യൂസർ മാനുവൽ ഒന്ന് കിട്ടുമോ എനിക്ക്? സോറി, എല്ലാ മാനുവലിന്റെയും ഒരു കോപ്പി വെച്ചേ ഉള്ളൂ. ഓക്കെ, ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ്, ഗോ. ഓ, ഏത് ബട്ടണാണ് ഞാൻ അമർത്തേണ്ടത്? മോട്ടു, റേസ് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു, പെട്ടെന്ന് പോ. ഇത് വർക്കാവുന്നില്ലല്ലോ. അടിപൊളി. ഇത്രയും സ്പീഡിലും കൺട്രോളിലും ആരും ഇതുവരെ ഈ റോബോട്ടിനെ ഓടിച്ചിട്ടില്ല. ഈ റോബോട്ട് ഉണ്ടാക്കിയിട്ട് ഇന്നേ വരെ ആരും പുറമോട്ട് ഇതിനെ ഓടിച്ചിട്ടില്ല. മോട്ടു ഈസ് ഗ്രേറ്റ്. പൊളിച്ചെടുത്തല്ലോ, ഇത് ശരിക്കും ചീറ്റിംഗ് ആണ്. എന്റെ അമ്മോ, എന്തായി കാണിക്കുന്നത്? ഞാൻ ഇവന്റെ എല്ല് പൊടിക്കാൻ പോവുകയെന്ന്. അതെ പത്തിലോ, എടുത്തു ചാടാനായിട്ട് ഏത് ബട്ടനാണ് അമർത്തേണ്ടത്? മോട്ടു, നിന്റെ റോബോട്ടും എന്റെ റോബോട്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നീ നിന്റെ മാനുവൽ പഠിച്ച് അതുപോലെ ചെയ്യണം. ഓയ്, ഞാൻ മോട്ടുവിനോട് സംസാരിച്ച് സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പോകാൻ പോവുകയാ. പത്തിലോ, ഒന്ന് വേഗം പറ, ഈ റോബോട്ടിനെ എങ്ങനെയാണ് പറപ്പിക്കുക?
ഞാൻ പറഞ്ഞില്ലേ നിന്റെ റോബോട്ട് വേറെയാണ്. എനിക്കറിയില്ല അത് എങ്ങനെയാ പോകുന്നതെന്നും പറക്കുന്നതെന്നും ഒക്കെ. കണ്ടോ, മോട്ടു എപ്പോഴും വളരെ പതിയെ തുടങ്ങത്തുള്ളൂ. അവൻ മറ്റുള്ളവർക്കെല്ലാം ചാൻസ് കൊടുക്കുകയാണ്, ജയിക്കുവാണെങ്കിൽ ജയിക്കാൻ വേണ്ടി. ഹീ സോ കോൺഫിഡന്റ്, സോ ഷ്യൂർ. അവന് നമ്മളുടെ മാനുവൽ മൊത്തത്തിൽ കാണാപ്പാടമാ. എങ്ങനെ പറപ്പിക്കും? നോക്കാം. ഇതിലേതെങ്കിലും ഒന്നായിരിക്കണം. ഇതായിരിക്കാം. മമ്മി, രക്ഷിക്കണേ. എന്റെ അമ്മോ. അടിപൊളിയായിരിക്കുന്നു. ഇന്നേ വരെ ആരും എന്റെ റോബോട്ട് ഇത്ര നന്നായിട്ട് ഓടിച്ചിട്ടില്ല. വാ മോട്ടു, ഞാൻ നിന്നെ എന്റെ കമ്പനിയുടെ പാർട്ട്ണർ ആക്കിയിരിക്കുന്നു. മാനേജർ സാറേ, ഒന്ന് അങ്ങോട്ട് മാറി നിൽക്ക്. ഞാൻ ഇവന്റെ എല്ല് പൊടിക്കാൻ പോവുകയായിന്ന്. ഞാൻ അവന്റെ ഈ കയ്യും കാലും തല്ലി പൊട്ടിക്കുണ്ടോ? ഓയ്, എനിക്കും എന്തെങ്കിലുമൊക്കെ ബാക്കി വെച്ചേക്കണേ. ഞാനും അവനിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. കോമ്പറ്റീഷന്റെ ലാസ്റ്റ് പാർട്ട് അത് തന്നെയാണ്. നിങ്ങൾ എന്റെ മനസ്സിലുള്ളത് മൊത്തം വായിച്ചെടുത്തിരിക്കുന്നു. എന്ന് വെച്ചാൽ ആ കാണുന്ന റിംഗിൽ നിങ്ങൾ എല്ലാവരും തമ്മിൽ യുദ്ധം ചെയ്യണം. അവിടെ ഒരാൾ മറ്റൊരാളെ തോൽപ്പിക്കാൻ ശ്രമിക്കണം. അത് കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് പ്രൈസ് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. സ്റ്റാർട്ട് ദ ഫൈറ്റ്. അവനെ പകരം വീട്ടാൻ ഇതാണ് ഒരു പറ്റിയ അവസരം. വന്നേ, നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇടിച്ചിടിച്ച് ആദ്യം മോട്ടുവിനെ വീഴ്ത്തി കളയാം. പിന്നെ നമുക്ക് തമ്മിൽ ഫൈറ്റ് ചെയ്യാന്നേ. നീ പറയുന്നത് ശരിയാ. നമ്മൾ എല്ലാവരും കൂടി മോട്ടുവിനെ ശരിപ്പെടുത്താം. അതെ, അവനിട്ട് രണ്ട് പൊട്ടിക്കാൻ വേണ്ടി എന്റെ രക്തം തിളച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഒരിക്കലും നിങ്ങളുടെ ആരുടെയും കൂടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് എന്റെ കൂട്ടുകാരനെ തല്ലാൻ നോക്കിയാൽ ഉണ്ടല്ലോ. സ്റ്റാർട്ട് ദ ഫൈറ്റ്. ഇത് ചീറ്റിംഗ് ആണ്. നിങ്ങൾ എല്ലാവരും തമ്മിലാണ് യുദ്ധം ചെയ്യേണ്ടത്. എല്ലാവരും ചേർന്ന് ഒരാളെ ഇടിക്കാൻ പാടില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രതികാരം ചെയ്യണം. അല്ല, നിങ്ങളെല്ലാവരും എന്തായി ചെയ്യുന്നത്? എന്തിനാണ് എന്റെ പുറകെ തന്നെ വന്നിങ്ങനെ നിൽക്കുന്നത്? കാരണം ഈ കോമ്പറ്റീഷനിൽ നീ ഞങ്ങളെക്കാൾ എല്ലാരും മുന്നിലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാരും നിന്റെ പിന്നിൽ വന്നോണ്ടിരിക്കുന്നത്. ഓ, എന്റെ അത്തിപ്പോറ അമ്മച്ചി. മോട്ടു നന്നായിട്ട് ഇടി വാങ്ങിച്ചു സാറേ. അതെ, ഫൈറ്റ് ചെയ്യാനുള്ള ബട്ടൺ ഏതാണ്? എനിക്കറിയില്ലല്ലോ. പിടിച്ചോ, കസിറ്റ പഞ്ച്. എന്താ ഒരു കൺട്രോൾ, സൂപ്പർ ഡൂപ്പർ കൺട്രോൾ. എന്താ പറയുക, ഇത് മോട്ടുവാണോ അതോ മന്ത്രവാദിയാണോ? എന്റെ റോബോട്ടിനെ ഇത്ര നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് പോലും കഴിയില്ല. അതെ, ഈ റോബോട്ട് നിൽക്കുന്നില്ലല്ലോ. എന്താ ചെയ്യാ? ഇത് സ്വയം എല്ലാവരെയും പോയി തല്ലുവാണല്ലോ. എനിക്കാണെങ്കിൽ ഇതേ എന്റെ നടുവേദനിച്ചിട്ട് വയ്യേ. ചിങ്കം. ചിങ്കത്തിൽ കിടന്ന് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. സൂപ്പർ സൂപ്പർ എക്സലന്റ് മോട്ടു. വെരി ഗുഡ്, വെരി ഗുഡ്. മോട്ടു is the winner. മോട്ടു is the winner. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. മോട്ടു, നിങ്ങൾ വളരെ നന്നായിട്ടാണ് എന്റെ റോബോട്ടിനെ ഹാൻഡിൽ ചെയ്തത്. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഞാൻ സ്വയം ഇന്നേ വരെ ഈ റോബോട്ടിനെ ഇതുപോലെ ഉപയോഗിച്ചിട്ടില്ല. കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നിങ്ങളും റോബോട്ടും ഒന്നാണെന്നാ. നിങ്ങൾ ഈ റോബോട്ടിന്റെ മൊത്തം മാനുവലും ഒറ്റ രാത്രി കൊണ്ട് എങ്ങനെ പഠിച്ചു?
പറയുന്നേ. അതെ, ഇത് കുറച്ച് മഞ്ഞളും മുളകും ഉപ്പും ഒക്കെ ഇട്ട് ഇളക്കിയെടുത്തതിന്റെ ഗുണമാണ് കാണുന്നത്. ഇല്ലെങ്കിൽ ഇതുപോലെയൊന്നും സംഭവിക്കില്ലായിരുന്നു. മഞ്ഞൾ, മുളക്, ഉപ്പ്, അതിനിതിലെന്താ കാര്യം? ഉപ്പിനും മുളകിനും ഒക്കെ നമ്മുടെ റോബോട്ടുമായിട്ട് എന്താ കാര്യം? അയ്യോ, നിങ്ങളല്ലേ പറഞ്ഞത് മാനുവൽ അരച്ച് കലക്കി കുടിക്കാൻ. അതുകൊണ്ട് ഞാൻ അതൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് നല്ല ചൂടുള്ള വെള്ളത്തിലിട്ട് സൂപ്പാക്കി എടുത്തു. പക്ഷെ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതിൽ കുറച്ച് ഉപ്പും മഞ്ഞളും മുളകും ഒക്കെ ഇട്ട് ടേസ്റ്റ് ആക്കിയത്. എന്നിട്ട് മുഴുവൻ സൂപ്പും അങ്ങ് കുടിക്കുകയും ചെയ്തു. എന്താ? നീ എന്റെ റോബോട്ടിന്റെ മാനുവലിനെ സൂപ്പ് ഉണ്ടാക്കി ഊതി ഊതി കുടിച്ചെന്നോ? ആഹാ. ഇന്നലെ ഇന്നുമായിട്ട് പത്രത്തിൽ അടിപിടിയുടെ വാർത്തകൾ മാത്രമേ ഉള്ളൂ. എവിടെ നോക്കിയാലും വഴക്കും തല്ലും മാത്രമേ ഉള്ളൂ. ഓ, നല്ല കാര്യമല്ലേ നമ്മുടെ ഫുർഫുറി നഗരം ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് പെടാത്തത്. ഇതിലേതാ വലുത്? ആർക്കാടാ ഇത്രയും ധൈര്യം ഞങ്ങളുടെ നേരെ കമ്പ് ചെയ്യാൻ? ഞാൻ റൂബ. ഹൂബ ഹൂബ ഹൗവ, ഹൂബ ഹൂബ ഹൗവ, ഹൂബ ഹൂബ ഹൗവ. ഞങ്ങളുടെ കിരീടമേ വീട്, ഞങ്ങളുടെ കിരീടമേ വീട്. ഹൗവ. ഞങ്ങളുടെ കിരീടമേ വീട്, ഞങ്ങളുടെ കിരീടമേ വീട്. അങ്ങോട്ട് നോക്കൂ, ആദിവാസികൾ വരുന്നത്. അവർ അമ്പ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Why fear when Chingam is here? ഹൂബ ഹൂബ അമ്പ് വിട്, ഹൂബ ഹൂബ അമ്പ് വിട്. Hey, the name is Chingam. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. അറിയാമല്ലോ, impossible. ഇതെന്താണ്? ഏയ് ഏയ് എന്റെ അമ്മോ! വേണ്ട വേണ്ട, ഓട്ടുമൊത്തലും എന്തേലും ഒന്ന് വേഗം ചെയ്യ്. ഇവര് ഭയങ്കരന്മാരാണ്. കൂട്ടുകാരെ എന്തിനാ ദേഷ്യപ്പെടുന്നത്? കാര്യം എന്താന്ന് വെച്ചാ പറ. നിങ്ങളുടെ നാട്ടിലെ കള്ളനെ ഞങ്ങളുടെ കിരീടം വെച്ച രാജാവ് മോഷ്ടിച്ചു. ഞങ്ങളുടെ നാട്ടിലെ കള്ളനെ കിരീടം വെച്ച രാജാവ് മോഷ്ടിച്ചെന്നോ? എന്ന് വെച്ചാ നിങ്ങൾ എന്തായി പറയുന്നത്? ഹൂബ ഹൂബ ഹൂ ഹൂ, ഹൂബ ഹൂബ ഹൂ ഹൂ. ഓ, അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ കള്ളൻ അവരുടെ രാജാവിന്റെ കിരീടം മോഷ്ടിച്ചോണ്ട് പോയെന്ന്. ആരാണ് മോഷ്ടിച്ചത്? പറയൂ പറയൂ പറയൂ, വേഗം പറയൂ. Hands up! ഞാൻ നിങ്ങൾ എല്ലാവരും പിടിച്ച് ജയിലിനകത്തിടും. Hands up! ചിങ്കം സാറേ, നമ്മുടെ നാട്ടിലെ കള്ളൻ ജോണാണ്. അവന്റെ അഡ്രസ് കൊടുക്ക ഇവർക്ക്. ഇവർ ജോണിനെ പിടിച്ചോണ്ട് അവരുടെ നാട്ടിലേക്ക് പോയിക്കോളും. ഇവർക്ക് ജോണിനെ കിട്ടിക്കഴിഞ്ഞാ പിന്നെ നമ്മുടെ പുറകെ വരില്ല. കേട്ടോളൂ കൂട്ടുകാരെ, നിങ്ങളുടെ കിരീടം ആ ജോണിന്റെ അടുത്ത് ഉണ്ടായിരിക്കും. ദാ ദൂരെ കാണുന്ന ഒരു കാടുണ്ടല്ലോ, അവിടെ അവൻ ഉണ്ടായിരിക്കുക. വേഗം ചെല്ല്, ആ ജോണിനെ പിടിച്ചിട്ട് അവനെ ഹൂബ ഹൂബ ചെയ്തേക്ക്. കിരീട കള്ളനെ കിട്ടി കിട്ടി, കിരീട കള്ളനെ കിട്ടി കിട്ടി. ഈ ജോണായിരിക്കും ഡോൺ, ജോൺ തന്നെയായിരിക്കും ഡോൺ. ഇനി ഈ കിരീടം എന്റേതാണ്. ഇതുള്ളപ്പോൾ എന്നെ ആർക്കും തോൽപ്പിക്കാനാവില്ല. ബോസ് ബോസ്, കവിതയൊക്കെ കൊള്ളാമായിരുന്നു. പക്ഷേ കിരീടം വീണ്ടെടുക്കാൻ അവർ വന്നിട്ടുണ്ട്. ഒരുപാട് പേരുണ്ട്. ഹൂബ ഹൂബ അമ്പ് വിട്, ഹൂബ ഹൂബ അമ്പ് വിട്.
ബോസ് ഈ ആദിവാസി ആൾക്കാർ നമ്മളെ പിടിച്ചുകൊണ്ട് പോകും, എന്നിട്ട് നമ്മളെയൊക്കെ കൊന്നു തിന്നും. എന്നെ കൊല്ലരുത്, എന്നെ കൊല്ലരുത്. ഞാൻ അറിവില്ലാത്ത ഒരു പിഞ്ചു പൈതലാണ്. ഒരു തെറ്റ് പറ്റിപ്പോയി. കുട്ടിയാണെന്ന് കരുതി എന്നോട് ക്ഷമിക്കണം. ഇനി ഞാൻ ഒരിക്കലും മോഷ്ടിക്കില്ല. മാപ്പ്, മാപ്പ്, എന്നോട് ക്ഷമിക്ക. ബോസ് കണ്ണു തുറക്കൂ. നോക്കൂ, അവരെന്താ വിചാരിച്ചിരിക്കുന്നത്? ബോസ് അവരുടെ രാജാവാണെന്നാ. കണ്ണു തുറന്ന് നോക്കിയാട്ടെ. ആരുടെ തലയിലാണോ കിരീടം അവനാണ് രാജാവ്. ഹൂബ ഹൂബ. എഴുന്നേൽക്കൂ എന്റെ ശിപ്പായികളെ. ഇനി ജോൺ ആയിരിക്കും ഡോൺ, ജോൺ തന്നെയായിരിക്കും ഡോൺ. ഇപ്പൊ എന്റെ കയ്യിൽ ഫോഴ്സ് ഉണ്ട്. എന്നെ തടയാൻ വേറെ ആരുണ്ട്? കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞേ. കവിതയ്ക്കുണ്ടായവന്റെ കവിതയുടെ കാര്യം വിട്ട് ബാങ്ക് കൊള്ളയടിക്കാനുള്ള പരിപാടി നോക്ക്. ഇതിന്റെ അർത്ഥം ആരുടെ തലയിലാണോ ആ കിരീടമുള്ളത് ആ ആദിവാസികൾ അവരെ രാജാവായി കാണും. ജോണിന് ലോട്ടറി അടിച്ചു മക്കളെ. ഓടിക്കോ. വേഗം, വേഗം. ഓട്, ഓട്, ഓട്. ജോൺ, നീയും നിന്റെ ഗ്യാങ്ങും പോലീസിനെ കീഴടങ്ങുന്നതാണ് നല്ലത്. നിനക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. രംബ ഹുഹാ, ഹുഹാ, ഹുഹാ. വീർ, വീർ. Hey, take aim and fire! Tank, forward march! ഇടിച്ച് തെറിപ്പിക്ക്. മോട്ടു വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യേ. ഇവര് അപകടം പിടിച്ച ആൾക്കാരാ. അതേ, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കേ. ഐഡിയ. മുകളിൽ നിന്ന് താഴേക്ക് ഡൈവ് ചെയ്ത് ആ കിരീടം എടുത്ത് മുകളിലേക്ക് ഒരൊറ്റ പറക്കല്. വളരെ നല്ല ഐഡിയ ആണ് പത്ലു. ഹൂബ ഹൂബ അമ്പ് വിട്. എന്റെ പത്ലു, വേറെ വല്ല ഐഡിയ ആലോചിക്കൂ. ഇത് ഫെയിലായി പോയേ. വരൂ, വരൂ. ഹൂബ ഹൂബ, കിരീടം കിരീടം, രാജാവ് രാജാവ്, മോട്ടു മോട്ടു. അവൻ രാജാവല്ല, ഞാനാണ് രാജാവ്. യഥാർത്ഥ കിരീടം ഇതാണ്. ഇല്ല, ശരിക്കുള്ള രാജാവ് ഇതാണ്. ശരിക്കുള്ള കിരീടവും ഇത് തന്നെയാ. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഒറിജിനൽ രാജാവിനോട് വന്ന് യുദ്ധം ചെയ്യ്. അപ്പൊ അറിയാം ശരിക്കുള്ള രാജാവ് ആരാണെന്ന്. ആര് ജയിക്കുന്നോ അവരാണ് രാജാവ്. ഞാൻ അങ്ങനെ ചെയ്യില്ല. എനിക്ക് അഹിംസയാണ് ഇഷ്ടം. ഹിംസ ചെയ്യുന്നത് വളരെ തെറ്റായ കാര്യമാണ്. ഹൂബ ഹൂബ, യുദ്ധം ചെയ്യൂ. ശരിക്കും രാജാവ് ജയിച്ചിരിക്കും. ബോസ് ഇനിയിപ്പോ യുദ്ധം ചെയ്തേ മതിയാകൂ. അല്ലെങ്കിൽ ഇവർ ബോസിനെ പിടിച്ചോണ്ട് പോകും, എന്നിട്ട് അവരെ കൊന്നു തിന്നുകയും ചെയ്യും. എന്തിനാണ് എന്നെ ഇങ്ങനെ പേടിപ്പിക്കുന്നത്? ഞാൻ ഒന്നാമത് പേടിച്ചിരിക്കുകയായിരുന്നു. എവിടുന്നാണ് എനിക്ക് ഇത്രയും ബലം കിട്ടിയത്?
ഇനി ആ മോട്ടുവിനോടൊരു കൈ നോക്കാം. ഹൂബ ഹൂബ യുദ്ധം ചെയ്യൂ. ശരിക്കും രാജാവ് ജയിക്കും ജയിക്കും. ശരിക്കുമുള്ള കിരീടം ശക്തി ശക്തി. ഹൂബ ഹൂബ ശക്തി ശക്തി. ഇതിപ്പോ നമ്മുടെ പ്ലാൻ തിരിച്ചടിച്ചല്ലോ. ആ കിരീടം ധരിക്കുന്നവർക്ക് ശക്തിയും കിട്ടും. ഹൂബ ഹൂബ അടിക്ക് അടിക്ക്. ഹൂബ ഹൂബ അടിക്ക് അടിക്ക്. ഹൂബ ഹൂബ അടിക്ക് അടിക്ക്. ഹൂബ ഹൂബ അടിക്ക് അടിക്ക്. മോട്ടു, പത്തനോ എന്തെങ്കിലും ചെയ്യൂ. ഇന്ന പിടിച്ച മോട്ടു സമൂസ കഴിക്ക്. ലോകത്ത് ഒരു ശക്തിക്ക് നിന്റെ സമൂസയുടെ ശക്തിയെ തോൽപ്പിക്കാനാവില്ല. വേഗം പോ, എന്നിട്ട് കാണിച്ചു കൊടുക്ക ശരിക്കുള്ള രാജാവ് ആരാണെന്ന്. ചിങ്കം സാറെ എന്നെ രക്ഷിക്ക്. വേഗം എന്നെ ജയിലിൽ അടയ്ക്ക്. അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ എന്നെ കിട്ടിയാൽ പപ്പടം പോലെ എന്നെ പൊടിക്കും. എന്നെ ഇവർക്ക് കൊടുക്കരുത്. അപ്പൊ നീ നേർവഴിക്ക് വന്നു അല്ലേ? വന്നേ, ജയിലിൽ പോയിട്ട് നിനക്ക് നീ ചപ്പാത്തി ഉണ്ടാക്കാം. ഇതാ പിടിച്ചോളൂ നിങ്ങളുടെ രാജാവിന്റെ കിരീടം. ഹൂബ ഹൂബ നന്ദിയുണ്ട്. ഹൂബ ഹൂബ നന്ദിയുണ്ട്. മോട്ടു പത്ലു നന്ദിയുണ്ട്. ചിങ്കം ചിങ്കം നന്ദിയുണ്ട്. ഹൂബ ഹൂബ നന്ദിയുണ്ട്. ഹൂബ ഹൂബ നന്ദിയുണ്ട്. ചിങ്കം ചിങ്കം നന്ദിയുണ്ട്. മോട്ടു പത്ലു നന്ദിയുണ്ട്.